പൊതുവിൽ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ യുകെനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അവിടെ ജോലി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് മാറുകയും റൂമിൻ്റെ റെൻറ്റ് ഭയങ്കര ഹൈക്കാവുകയും ചെയ്യും. യുകെ എല്ലാ കാലത്തും ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന ഒരു മോട്ടോയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടിയാണ്. എല്ലാ സ്റ്റുഡൻസും നമ്മുടെ അടുത്ത് യുകെ എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ മീൻസ് അവരുടെ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നു. നമ്മൾ അതിൻ്റെ യുകെ മാർക്കറ്റ് അത്രയും ഹൈയിൽ നിന്നൊരു സമയമാണ്. ജോബിന് വേണ്ടിയിട്ട് GCC കൺട്രി ആശ്രയിച്ചിരുന്ന പല ആളുകളും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പാരൻസിനൊക്കെ ഉള്ള മെയിൻ കൺസേൺ ആണ്, ഇപ്പോൾ വീടൊക്കെ പണയപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഇവരിതൊരു ബാധ്യതയാക്കി മാറ്റുമോ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്വിയസ് ആയിട്ടും വരുന്നുണ്ട് യുകെൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു പിന്നെ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് അതിൻ്റെ ROI എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. ഞാൻ 2023 അതായത് യുകെ അതിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ഞാൻ യുകെയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലിവർപൂളിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ എംപ്ലോയബിൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡിഗ്രികൾ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയബിൾ ആക്കുന്നില്ല എന്നുള്ളതാണ്. നഴ്സിംഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് കൺഫേം ആയിട്ട് 10% എംപ്ലോയബിലിറ്റി ഉറപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ 15, 20, 25 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാൻ മാത്രം വേർത്താണോ യുകെ? സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്നുള്ളതല്ല, അതിൻ്റെ ലീസ്റ്റ് മിനിമം 2 to 3 ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടുന്ന് ഈ ഷോർട്ട് ടേമിൽ തന്നെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സ്പെക്കുലേഷൻ്റെ പുറത്ത് പറയുന്നതല്ല, ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ആണ്. അതുകൊണ്ടാണ് ബാങ്കുകൾ യുകെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അവർ ലോൺ കൊടുക്കുന്നത്. ഈവൻ ഒരു കൊളാട്രൽ പോലും ഇല്ലാണ്ട് ഇപ്പോൾ പുതിയ സ്കീമുകൾ പ്രകാരം കൊളാട്രലിൻ്റെ ആവശ്യമില്ല, കോപ്ലിക്കൻറ്റിൻ്റെ ആവശ്യമില്ല. സോ അഷ്റഫ് സർ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ യുകെൻ്റെ സ്റ്റുഡൻറ് ലൈഫിൻ്റെ ഒരു റെഫറൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റുഡൻസിന് യുകെ ചൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ശരിക്കും ആ മൂവിയിലുള്ള പോലെ തന്നെയാണോ ഇപ്പം യുകെയിലുള്ള റിയാലിറ്റി? സ്വാഭാവികമായിട്ടും ഈ വിദേശ പഠനത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് യുകെ എന്ന് പറയുന്നത്. പൊതുവിൽ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ യുകെനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസ് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് കൺസേൺസ് നമ്മളെടുത്ത് റൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കാം എന്ന് തോന്നുന്നുണ്ട്. 2019 അവർ ഈ ഗ്രാജുവേറ്റ് റൂട്ട് അഥവാ PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അനൗൺസ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ യുകെയിലേക്കുള്ള സ്റ്റുഡൻറ്റ് ഫ്ലോ വളരെ അധികം കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യുകെയിൽ നമുക്കറിയാം ഡിപ്പെൻഡൻറ്റ് വിസ അലോ ചെയ്തിരുന്ന ഒരു കൺട്രിയാണ് യുകെ. സ്വാഭാവികമായിട്ടും സ്റ്റഡീസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ മാസ്റ്റേഴ്സിന് ശേഷം അല്ലെങ്കിൽ UGക്ക് ശേഷം ഒരു 2 ഇയേഴ്സും കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അതും വിത്ത് ഫാമിലി. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള കപ്പിളാണെങ്കിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ കൂടെ അവിടെ ഇപ്പോൾ ഇത്രയും ടെന്യൂർ അവിടെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായി മാറി. യുകെയിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും സ്റ്റുഡൻസിൻ്റെ വലിയൊരു ഫ്ലോ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും യുകെക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഓവർസീസ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല കൺട്രികളും സെർട്ടൈൻ കോഴ്സസിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ യുകെനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ കോഴ്സസും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം വേൾഡ് റാങ്കിങ്ങിൽ 1000-ന് താഴെ വരുന്ന യൂണിവേഴ്സിറ്റീസാണ് അവിടെ മെജോറിറ്റി യൂണിവേഴ്സിറ്റീസും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യുകെ എല്ലാ കാലത്തും ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന ഒരു മോട്ടോയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടിയാണ്. അതായത് കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അവരുടെ മാസ്റ്റേഴ്സ് 1 ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഡ്യൂറേഷനിലെ സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഹൈ എംപ്ലോയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടെയാണ് യുകെ എന്നുള്ളത്. ഇത്രയധികം അഡ്വാൻറ്റേജസിൻ്റെ ഇടയിലേക്കാണ് ഈ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്ന ഒരു പുതിയ നിയമം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2019 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2021 മുതൽ 2021 പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്തു, അതിൻ്റെ ആനുകൂല്യങ്ങൾ അഡ്വാൻറ്റേജസ് കിട്ടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ യുകെൻ്റെ പ്രസൻറ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടല്ലോ, അത് അഡ്രസ്സ് ചെയ്യുന്നിടത്ത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2019 ഇങ്ങനെ ഒരു ലോ അവർ അനൗൺസ് ചെയ്തതോടുകൂടെ യുകെയിലേക്ക് ഫ്ലോ കൂടിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡൻറ്റ് വരുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ലീസ്റ്റ് മിനിമം ഒരാൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അത് നമ്മളിപ്പോൾ ഒരു കേരള മാർക്കറ്റ്, എസ്പെഷ്യലി ഒരു നോർത്തേൺ കേരള മാർക്കറ്റൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പലപ്പോഴും ഈ ജോബിന് വേണ്ടിയിട്ട് GCC കൺട്രി ആശ്രയിച്ചിരുന്ന പല ആളുകളും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അതിൽ ഈ കപ്പിളിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡൻ്റ് ആയിട്ട് മറ്റേ ആൾ പോകുന്നു. അവർക്ക് അവിടെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് കിട്ടുന്നുണ്ട് ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്വിയസ് ആയിട്ടും വരുന്നുണ്ട് യുകെൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് അതിൻ്റെ ROI എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നല്ലൊരു സ്റ്റുഡൻറ്റ് ഫ്ലോൻ്റെ കൂടെ തന്നെ ഈ ഡിപ്പെൻഡൻസിൻ്റെ ഫ്ലോയും കൂടെ യുകെയിലേക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് ഒരു 2022 കഴിഞ്ഞ് 2021-22 വർഷങ്ങൾ യുകെ ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു. അത് അത്രയും ബൂം ഉണ്ടായിരുന്നു ആ ഒരു കൺട്രിക്ക്.
എല്ലാ സ്റ്റുഡൻസും നമ്മുടെ അടുത്ത് UK എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ മീൻസ് അവരുടെ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നു. നമ്മളതിൻ്റെ UK മാർക്കറ്റ് അത്രയും ഹൈയിൽ നിന്നൊരു സമയമായിരുന്നു. ഇത് പിന്നീട് ഒന്ന് ഡൗൺ ആവുന്നത് സ്വാഭാവികമായിട്ടും ഇത്ര അധികം ആളുകൾ വരുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു UK ഒരു മെയിൻ മോട്ടോ ആണ് ഏൺ വൈൽ യു ലേൺ എന്നുള്ളത്. ഇതിനൊരു കോട്ടം സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വരുന്നു, സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഡിപ്പെൻഡൻറ്റ് വരുമ്പോൾ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാനുള്ള ഹവേഴ്സ് അവിടെ ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഷീ ഒരു സ്റ്റുഡൻ്റായിട്ട് UK പോവുകയാണ്. സ്റ്റുഡൻസിന് അവിടെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് ലിമിറ്റഡ് ആണ്. ഒരു വീക്കിൽ 20 hours സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു പിക്ചറിലേക്കാണ് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള അതോറിറ്റി ആയിട്ട് ഡിപ്പെൻഡൻസ് വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഷീ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ നോക്കും. ആ റെസ്റ്റോറൻറ്റിൽ ഷീനെ പോലത്തെ ഒരു 3-4 സ്റ്റുഡൻസിന് വെച്ചിട്ടാണ് ആ എംപ്ലോയർ ഒരു വീക്ക് അവരെ മാനേജ് ചെയ്തിരുന്നത്. അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്, ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റുമായിട്ട് ഒരു ഡിപ്പെൻഡൻറ്റ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 3-4 സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ഒരു സിംഗിൾ എംപ്ലോയിനെ വെച്ചിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, സ്റ്റുഡൻസിൻ്റെ വർക്കിനുള്ള അവരുടെ ആ ഒരു 20 hours പോലും, മിനിമം അവേഴ്സ് പോലും അവർക്ക് കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ പോലെയുള്ള കൺട്രികളിൽ നിന്ന് വ്യാപകമായിട്ട് എന്ത് ചെയ്തു, സ്റ്റുഡൻസിൻ്റെ കൂടെ ഡിപ്പെൻഡൻസ് വരികയും സ്റ്റുഡൻസിൻ്റെ ഈ ഒരു വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും, അവിടെ കട്ട് ഷൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് 2023 ആയപ്പോഴത്തേക്ക് അതിൻ്റെ പീക്കിലെത്തി. കുട്ടികൾക്ക് അവിടെ ജോലി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് മാറുകയും, അതുപോലെ തന്നെ അവിടെ ഈ റെൻറ്റ്, പിന്നെ റൂമിൻ്റെ റെൻറ്റ് ഭയങ്കര ഹൈക്കാവുകയും ചെയ്തു. ഇപ്പോൾ ലണ്ടനിലൊക്കെ ആ സമയത്ത് 2023 ഒരു കപ്പിൾ റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 900 അല്ലെങ്കിൽ 1000 പൗണ്ട് വരെ റെൻറ്റ് മന്ത്ലി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് സത്യത്തിൽ UK കുറിച്ചിട്ട് വളരെ വലിയ രീതിയിൽ നെഗറ്റിവിറ്റി മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. സോ അഷർ സർ UK ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ള സമയത്തായിരുന്നില്ലേ ലിവർപൂളിൽ ഉണ്ടായിരുന്നത്? ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? യെസ്, ഞാൻ 2023 അതായത് UK അതിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ഞാൻ UK പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ലിവർപൂളിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കുറേ കാര്യങ്ങൾ സത്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അക്കോമഡേഷനുള്ള ബുദ്ധിമുട്ടുകൾ, അക്കോമഡേഷനുള്ള പിന്നെ ഹൈ ചാർജസ്, ആ കാര്യങ്ങളൊക്കെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമായിരുന്നു, പക്ഷേ കിട്ടാനെടുക്കുന്ന സമയം കുറച്ചധികമായിരുന്നു. സാധാരണഗതിയിൽ സ്റ്റുഡൻസ് പോയി 2 to 3 വീക്സിലൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടിയിരുന്നിടത്ത് ആ ഒരു സമയത്ത് ചിലപ്പോൾ 2 to 3 months വരെയൊക്കെ സ്റ്റുഡൻസ് ഒരു ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് എൻഡ് ഓഫ് ദി ഡേ അവർ എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ജോലി കിട്ടുകയും അതിനൊരു റിട്ടേൺസ് പിന്നെ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ വലിയ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ അവിടെ എത്തിയ സമയത്ത് ഇപ്പോൾ എൻ്റെ വൈഫും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫിനാണെങ്കിലും എനിക്കാണെങ്കിലും അത്യാവശ്യം ഏർണിങ്സ് ഉള്ള ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാര്യം ഈ UK ഒരു അഡ്വാൻറ്റേജ് അതാണ്. UK നമ്മൾ ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, UK പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷനാണ്. അവരുദ്ദേശിക്കുന്നത് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ എംപ്ലോയബിൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. കാര്യം ഈ ജോബ് മാർക്കറ്റിൽ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ടേമിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മളൊരു സെൽഫ് ക്രിറ്റിസിസ് ആയിട്ട് പറയുന്ന കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല കോഴ്സും, സ്പെഷ്യലി ഇപ്പോൾ ഒരു BCom അക്കൗണ്ടൻസി BCom കഴിഞ്ഞ ഒരാളും ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ അഗെയിൻ എന്ത് ചെയ്യണം, ഒരു 6 months ഒരു സർട്ടിഫിക്കറ്റോ ഡിപ്ലോമയോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡിഗ്രികൾ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയബിൾ ആക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ആക്ച്വലി. അവിടെ സെൽഫ് ലേണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അസസ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. യെസ് ആ അർത്ഥത്തിൽ കുട്ടികൾ എന്ത് ചെയ്യാണ്, എംപ്ലോയബിൾ ആക്കുക അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഒരു സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷനുള്ള സ്കോപ്പ് ഉണ്ടാവുന്ന അതേ സമയം തന്നെ ഇവരിവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന 15, 20, 25 ലക്ഷം രൂപ അതിൻ്റെ 2 times 3 times ഒക്കെ ആയിട്ട് റിട്ടേൺ ആയിട്ട് എടുക്കാനും കൂടെ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഷോർട്ട് ടൈം ഇൻകത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരാണെങ്കിലും ഫാമിലി ആണെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റി ഉണ്ട്. ഇത് സ്റ്റിൽ റെലവൻ്റ് ആണ് കേട്ടോ. UK കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇത്രയൊക്കെ നെഗറ്റിവിറ്റി പറയുമ്പോഴും ഈ ROI മാറ്ററിൽ UK സ്റ്റിൽ എന്താണ്, റെലവൻ്റ് ആണ്. സോ കറന്റ് ഇപ്പം സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസ് UK ചൂസ് ചെയ്യുന്നത് ഒരു റോങ് ഡെസിഷൻ ആവുമെന്ന് അഷർ സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാനിപ്പോൾ എൻ്റെ അവിടെ നേരിട്ടുള്ള എക്സ്പീരിയൻസിലും ഇത്രയും കാലത്തെ ഒരു കൺസൾട്ടേഷൻ എക്സ്പീരിയൻസിനും UK എന്നുള്ളൊരു കൺട്രീനെ കുറിച്ചുള്ള നമുക്കുള്ളൊരു ഇൻഫർമേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതൊരിക്കലും ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആവില്ല. അത് എന്തുകൊണ്ടും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ബട്ട് ദ വേ വി അപ്രോച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതിലിപ്പോഴും എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊന്നും ഡൗട്ടില്ല. കാര്യം UK ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്റ്റുഡൻസിന്, അതിപ്പോൾ നിങ്ങൾ ഏതൊരു റിക്രൂട്ടർ അടുത്ത് ചോദിക്കുകയാണെങ്കിലും ഏതൊരു HR കമ്പനിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് UK ഗ്രാജുവേറ്റ്സിന് ആ തരത്തിലൊരു ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നത്. സ്പെഷ്യലി GCCയിലൊക്കെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ പേഴ്സണലി അറിയുന്ന റിക്രൂട്ടേഴ്സൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും
ഒരു വാല്യൂ അവർക്കുണ്ട്, അവരത് കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ പിന്നെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്. ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15, 20, 25 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാൻ മാത്രം വർത്താണോ UK എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനും കൂടെ ഇതിൽ പാരൻസ് അടക്കം ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനെയും കൂടെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഇതിൻ്റെ ഷോർട്ട് ടൈം ഇൻകം പോസിബിലിറ്റീസ് ആണ്, മറ്റൊന്ന് ലോങ് ടൈം ഇൻകം പോസിബിലിറ്റീസ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ ആ ക്വാളിറ്റി ഡിഗ്രിയും അതുപോലെ തന്നെ ഇവരെ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കരിയറൊക്കെ ഇവരെ കൊണ്ടെത്തിക്കുന്നത് ആ പറയുന്ന ലോങ് ടേം ഇൻകത്തിലേക്കാണ്. കാര്യം അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ലൈഫ് ലോങ് അവർക്കുണ്ടാവുന്ന പ്രിവിലേജുകളുണ്ട്. ഇപ്പോൾ UK മാർക്കറ്റൊക്കെ നമുക്കറിയാം. UK ആ തരത്തിൽ നമ്മളൊരു ജോബിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലീസ്റ്റ് മിനിമം മന്ത്ലി ഒരു 3.5 to 4 lakh ഒക്കെ നമുക്ക് സാലറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം ഒരു കൺട്രിയാണ്. സ്റ്റിൽ UK പോകുന്ന കുട്ടികളിൽ ഒരു 20-25% കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ ജോബ് വിസയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി ഇതല്ല, ഇങ്ങനെ ഇപ്പോൾ ഒരാൾ രണ്ട് ആംഗിൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനുണ്ട്. ചിലപ്പോൾ കുട്ടികളായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അവിടെ ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല, ബട്ട് അറ്റ് എനി കോസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ഇവിടുന്ന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടെങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറയുന്ന ആളുകൾ, അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്നുള്ളതല്ല, അതിൻ്റെ ലീസ്റ്റ് മിനിമം 2 to 3 times നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഈ ഷോർട്ട് ടേമിൽ തന്നെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അതൊന്നും അതിൻ്റെ ബ്രേക്കപ്പ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് UK സംബന്ധിച്ചിടത്തോളം 1 year ആണ് അവിടുത്തെ മെജോറിറ്റി യൂണിവേഴ്സിറ്റീസും മാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്നത്. ഈ 1 yearൽ 9 months ആണ് അവർക്ക് ക്ലാസ് വരുന്നത്, 3 months അവർക്ക് വെക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ UK കോണ്ടെക്സ്റ്റിൽ UKVI കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സ്റ്റുഡൻസിന് അവർ സ്റ്റഡീസിൻ്റെ സമയത്ത് പെർ വീക്കിൽ 20 hours വർക്ക് ചെയ്യാൻ പറ്റും, വെക്കേഷൻ സമയത്ത് ദേ ക്യാൻ വർക്ക് അപ് ടു 40 hours. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്നത്തെ പൗണ്ടിൻ്റെ വാല്യൂ അവർക്ക് കിട്ടാവുന്ന, അതായത് ഒരു 12.5 പിന്നെ 13 pounds ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരു 1 hour നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ. അത് നാട്ടിലെ നമ്മൾ ഇപ്പോഴത്തെ പൗണ്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 1400-1500 രൂപയുടെ മുകളിലുള്ള എമൗണ്ട് നമുക്കൊരു സിംഗിൾ അവർ വർക്ക് ചെയ്താൽ അതാണ് UK ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പഠിക്കുന്ന സമയത്ത് 20 മണിക്കൂർ ജോലി ചെയ്യാനും അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുള്ള ഈ വെക്കേഷൻ സമയത്ത് അവർക്ക് 40 hours വർക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് അവരുടെ കോഴ്സ് കഴിഞ്ഞ് അവർക്കൊരു 3 to 4 months എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവേഷൻ പീരീഡ് ആയിട്ട് സമയം കിട്ടുന്നുണ്ട്. അവരുടെ ഈ കോൺവെക്കേഷൻ സെറിമണി ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം, ഈ സമയത്തും അവർക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇപ്പോൾ 18 months സ്റ്റേ ബാക്ക് ഉള്ളത്, ആ സമയത്തും അവർക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇന്നത്തെ ഒരു പൗണ്ട് വാല്യൂ വെച്ചിട്ട് ലീസ്റ്റ് മിനിമം 1 lakh to 1,20,000 ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് 9 months ശേഷമുള്ള അവരുടെ വെക്കേഷൻ ടൈം, അവരുടെ ഗ്രാജുവേഷൻ പീരീഡ്, അത് കഴിഞ്ഞിട്ട് വരുന്ന 18 month സ്റ്റേ ബാക്ക്. അപ്പോൾ ഈ സമയത്ത് അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ 2 to 3 times എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈസി ആയിട്ട് അവിടുന്ന് UK മാർക്കറ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ അവർക്ക് റിട്ടേൺ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പാരൻസിനൊക്കെ ഉള്ള മെയിൻ കൺസേൺ ആണ്, ഇപ്പോൾ വീടൊക്കെ പണയപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഇവരിതൊരു ബാധ്യതയാക്കി മാറ്റുമോ അല്ലെങ്കിൽ ഈ ബാധ്യതയെ കൂടെ തങ്ങളുടെ മേൽ വരുമോ എന്നുള്ള കാര്യം. സ്റ്റുഡൻസിനാണെങ്കിലും ഇത്രയും വലിയ എമൗണ്ട് ലോണൊക്കെ എടുത്ത് പോകുന്നത് ഓക്കെ ആണെന്നുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ UK ഈ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ നമ്മളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സ്റ്റഡീസ് കഴിഞ്ഞ് ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലോൺ ക്ലിയർ ചെയ്യാനും അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സേവിങ്സ് അവർക്ക് അതിന് ഉണ്ടാക്കാനും പറ്റും. ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. രണ്ടാമത്തെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ലോങ് ടേം ഇൻകത്തിനേക്കാൾ ഈ ഷോർട്ട് ടൈം ഇൻകത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതും സ്റ്റഡീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വളരെ മിനിമലായിട്ട് മാത്രം പാർട്ട് ടൈം ജോബ് ചെയ്ത് നമ്മൾ സ്റ്റഡീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കരിയർ ആ കൺട്രിയിലോ അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറൊരു കൺട്രിയിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് 2 ആംഗിളാണ്. ഈ 2 രീതിയിലും നമ്മളടുത്ത് റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ 2 ആംഗിളിൽ പറയുന്ന കുട്ടികൾക്കും സ്റ്റിൽ UK എന്ന് പറയുന്നത് എന്താണ്, വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പം ഋഷഭ് സാർ പറഞ്ഞു UK ഇപ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏകദേശം ഒരു 15 to 20 lakhs അറൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിപ്പം എല്ലാ സ്റ്റുഡൻസും ഓൺ ഫണ്ട് ആയിട്ടായിരിക്കില്ല അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത് എഡ്യൂക്കേഷണൽ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ എഡ്യൂക്കേഷണൽ ലോണിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് UK ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് ഇത് എത്രത്തോളം വർത്താണ്, ഇത് സേഫ് ആണോ, സ്റ്റുഡൻസിനും പേരൻസിനൊക്കെ ഇതിനൊരു കൺസേൺ ഉണ്ടാവുന്നു, അത് അപ്പോൾ എത്രത്തോളം സേഫ് ആണത്? ഈ UK ഈ വിദേശ പഠനത്തിൻ്റെ പിക്ചറിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പാരൻസിന് മെയിനായിട്ട് പാരൻസിനുള്ളൊരു കൺസേൺ ആണ് ആക്ച്വലി എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 15 to 20 lakh ഇതിന് എക്സ്പെൻസ് വരുന്നുണ്ട് ട്യൂഷൻ ഫീസായിട്ട്. പിന്നെ അത് കൂടാണ്ട് ലിവിങ് കോസ്റ്റിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കൂടെ നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആവില്ലേ
അപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് സ്പെഷ്യലി ഇപ്പോൾ വീടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ പ്ലെഡ്ജ് ചെയ്ത് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ ആരെങ്കിലും കോപ്ലിക്കൻ്റ് ആയിട്ടൊക്കെ നിന്ന് പോകുന്ന സമയത്ത് അവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. ഈ എമൗണ്ടൊക്കെ ഇവർക്ക് ഇവിടുന്ന് തിരിച്ചടക്കാൻ പറ്റുമോ, ഇനി അടച്ചില്ലെങ്കിൽ ഇത് എൻ്റെ ബാധ്യതയായി മാറില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലീൻ്റെ ബാധ്യതയായിട്ട് മാറില്ലേ എന്നുള്ള രീതിയിലൊക്കെ. സത്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 2 തരത്തിലാണെങ്കിലും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കോണ്ടെക്സ്റ്റിൽ 2 തരത്തിൽ നമുക്കത് പ്ലാൻ ചെയ്യാം. ഒന്ന്, നമ്മൾ ഈ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനുശേഷം നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ വെക്കേഷൻ ടൈം, അത് കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ പീരീഡ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേ ബാക്കിൻ്റെ സമയം. ഈ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് ഈസി ആയിട്ട് തിരിച്ചടക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലോങ് ടേം ഇൻകത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കരിയർ അവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു പ്രത്യേകത ഇവർക്ക് സ്റ്റഡീസിൻ്റെ സമയം പ്ലസ് 1 ഇയർ ഇവർക്ക് മൊറട്ടോറിയം പീരീഡാണ്. ആ സമയത്ത് റീപേയ്മെൻറ്റ് മാൻഡേറ്ററി അല്ല. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് അപ് ടു 14 ഇയേഴ്സ് വരെയൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ ടെന്യൂർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലും പ്ലാൻ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലാണ്. ഈ സ്റ്റഡീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആ സ്റ്റഡീസിൻ്റെ ഡ്യൂറേഷനിലും അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് കിട്ടുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ സമയത്തുമായിട്ട് നമുക്ക് റീപേയ്മെൻറ്റിലേക്കും ലോൺ ക്ലോഷറിലേക്കും പോകാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാൽക്കുലേഷനിൽ ഒരു വീക്കിലി 20 hours വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് അവിടെ എത്തി ആദ്യത്തെ ഒരു 1 month ആൾ ജോബ് ഹണ്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്താൽ പോലും സ്റ്റിൽ ഒരു 8 months എന്തുണ്ട്, ആളുടെ സ്റ്റഡീസിൻ്റെ സമയത്ത് ആൾക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 12.5, 13 ഒക്കെ ഒരു പെർ അവറിന് വേജ് കിട്ടുന്ന കോണ്ടെക്സ്റ്റിൽ ലീസ്റ്റ് മിനിമം ഒരു മന്തിൽ ഒരു 1,10,000 to 1,30,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നാട്ടിലെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പൗണ്ട് വാല്യൂ പറയുകയാണെങ്കിൽ ഒരു 400 മുതൽ 500 പൗണ്ട് വരെ, ഇനി ഒന്നുകൂടെ ലാവിഷായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു 600 പൗണ്ട് വരെയൊക്കെ നമ്മൾ അവിടെ നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ പോലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് മന്ത്ലി സേവിങ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ലോണിലേക്ക് നമ്മൾ ഇനീഷ്യലി തന്നെ ഇങ്ങനെ ഒരു എമൗണ്ട് അടച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ആ സമയങ്ങളിൽ തന്നെ നമുക്ക് അതിനൊക്കെ അത്തരത്തിൽ തിരിച്ചടവിനുള്ള ഓപ്ഷൻസ് ഒക്കെ ബാങ്കുകൾ തരാറുണ്ട്. ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കൊരു മിനിമം EMI എല്ലാ മന്തിലും അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 3 months കൂടുമ്പോൾ അവർക്ക് ആ എമൗണ്ട് ടോപ്പപ്പ് ചെയ്തിട്ട് ലോണിലേക്ക് തിരിച്ചടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ 6 months ശേഷം ഇവർക്ക് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ലോണ് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇനീഷ്യലി ഉള്ള സമയം മുതൽ തന്നെ ആ ലോണിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ നമ്മളെ സേവിങ്സിനെ നമ്മൾ ആ തരത്തിൽ മാറ്റി വെക്കുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 8 മാസം കൊണ്ട് ഒരു 10 ലക്ഷത്തോളം രൂപ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള 3 months വെക്കേഷൻ പ്ലസ് ഈ 4 months ഗ്രാജുവേഷൻ പീരീഡ്, അത് കഴിഞ്ഞിട്ട് വരുന്ന 18 months സ്റ്റേ ബാക്ക്. ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് ആ 40 മണിക്കൂർ പെർ വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം വേജ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ആ എമൗണ്ട് ഒരു 55-60 ലക്ഷത്തോളം രൂപയോളം എത്തും. സ്വാഭാവികമായിട്ടും ഒരു 15-20 ലക്ഷം രൂപ ലോൺ എടുത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടക്കുക എന്നുള്ളത് മാത്രമല്ല, സ്റ്റിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു നല്ല ഏർണിങ്സ് അവർക്ക് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സ്പെക്കുലേഷൻ്റെ പുറത്ത് പറയുന്നതല്ല, ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ആണ്. ഒരാൾ ഒരു വീക്കിൽ 40 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മിനിമം വേജ് വെച്ചിട്ട്, ഒരിക്കലും ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മിനിമം വേജ് അല്ല കിട്ടുക. 15, 17 ഇപ്പോൾ 2023 കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ എൻ്റെ വൈഫ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 17 pound. ആൾ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് 17 pound, ഡേ ഷിഫ്റ്റിന് വരുന്ന സമയത്ത് 13 pound ആയിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ അവർക്ക് ഹയർ എമൗണ്ട്സ് ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് ഒരു പെന്നും പേപ്പറും എടുത്താൽ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എടുത്താൽ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എത്തി നിൽക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ലീസ്റ്റ് മിനിമം ഒരു 55 മുതൽ 60 ലക്ഷം രൂപ വരെ എത്തുന്ന ഒരു ഫിഗറിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 8 months ഒരു 10 lakhോളം ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ലോൺ തിരിച്ചടക്കുക എന്ന് പറയുന്നതും അതിൽ നിന്നൊരു ഏർണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും സ്റ്റിൽ UK സംബന്ധിച്ചിടത്തോളം അതിൽ അത്തരത്തിലൊരു കൺസേൺസിൻ്റെ ആവശ്യമില്ല, ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് അല്ല. ലോൺ തിരിച്ചടക്കുക മാത്രമല്ല, അത്യാവശ്യം UK സ്പെൻഡ് ചെയ്യാനും അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാനും UK ഒന്ന് ട്രാവൽ ചെയ്യാനുള്ള തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ബാങ്കുകൾ UK യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അവർ ലോൺ കൊടുക്കുന്നത്. ഈവൻ ഒരു കൊളാട്രൽ പോലും ഇല്ലാണ്ട് ഇപ്പോൾ പുതിയ സ്കീമുകൾ പ്രകാരം കൊളാട്രലിൻ്റെ ആവശ്യമില്ല, കോപ്ലിക്കൻറ്റിൻ്റെ ആവശ്യമില്ല. UK അവർ പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ എടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഇത്രയും വലിയ എമൗണ്ട്, ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് കഴിഞ്ഞ ഇൻടേക്കുകളായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, 30 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലൈ ചെയ്യുന്ന കൺട്രി UK ആണ് എന്നുള്ളത് കൊണ്ടാണ് ബാങ്കുകൾ അത്ര ഈസി ആയിട്ട് ആ ലോൺ അവെയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ റീപേയ്മെൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ജോലിയൊന്നും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടേ അല്ല. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്കും
എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോണിൻ്റെ പ്രിവിലേജിൽ കാര്യമായിട്ട് പാർട്ട് ടൈമോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് പഠിച്ചാലും ബട്ട് അവിടെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. കോഴ്സ് കഴിയുന്നതോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയബിലിറ്റിയിലേക്ക് മാറുകയും വേണം. അപ്പോൾ അവർക്ക് ഇനഫ് ടൈം എടുത്തിട്ട് അത് തിരിച്ചടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ലോൺ എന്ന് പറയുന്നത് UK സംബന്ധിച്ചിടത്തോളം, ഞാൻ എല്ലാ കൺട്രിയിലും അത് സെക്യൂർ ആണെന്ന് പറയില്ല, അറ്റ്ലീസ്റ്റ് UK കോണ്ടെക്സ്റ്റിൽ ഈ ലോൺ എടുത്ത് എഡ്യൂക്കേഷന് പോകാമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ് ഇല്ലാണ്ട് തന്നെ കുട്ടികൾക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞത്. ഗ്രാജുവേഷൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹയർ എമൗണ്ട്, ഇപ്പോൾ എസ്പെഷ്യലി നഴ്സിംഗ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാമുകൾക്ക്, നഴ്സിംഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് കൺഫേം ആയിട്ട് 10% എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഉറപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ. പിന്നെ പൊതുവിലും അതിൽ തന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് നമുക്ക് നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ. സ്വാഭാവികമായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നഴ്സിംഗിന് പോകുന്ന കുട്ടികൾ കൂടുതൽ ലോൺ എടുത്ത് പോകുന്നത് കാണാറുണ്ട്. അത് ഈ ഒരു സെർട്ടനിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കാര്യം ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പോലും പലരും എടുക്കാറില്ല. കാര്യം കോഴ്സ് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും ഒരു 40 to 50 lakh സ്പെൻഡ് ചെയ്താൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക് മാത്രമല്ല, അവർക്കറിയാം അവരുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ UK അത്രയും അവരുടെ ISL ഉണ്ടല്ലോ, അവരുടെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്, പുതിയ ലിസ്റ്റ്, മുമ്പ് അത് പിന്നെ ഓക്യുപ്പേഷൻ ഷോർട്ടേജ് ലിസ്റ്റ് ആയിരുന്നു. ആ ISLൻ്റെ ഒക്കെ എല്ലാ കാലത്തും അതിൻ്റെ ടോപ്പിൽ വരുന്നത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ആണ്, അതിൽ തന്നെ നഴ്സിംഗ് പോലെയുള്ള പ്രോഗ്രാമുകളാണ്. അപ്പോൾ അത്തരം പ്രോഗ്രാമുകൾക്ക് നമ്മൾ ഈവൻ UG ആണെങ്കിൽ പോലും വലിയൊരു ഹയർ എമൗണ്ട് നമ്മൾ ലോൺ എടുത്ത് പോകുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക വേണ്ട. കാര്യം അതൊരിക്കലും ഫാമിലീൻ്റെ ബേർഡനായിട്ട് മാറില്ല. ഇവർക്ക് കോഴ്സ് കഴിയുന്നതോട് കൂടെ തന്നെ ജോലിയിൽ എൻ്റർ ചെയ്യാനും ഈ ലോണിൻ്റെ റീപേയ്മെൻറ്റ് മേക്ക് ഷുവർ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ നമ്മളിപ്പോൾ പാർട്ട് ടൈമിൻ്റെ പോസിബിലിറ്റീസ്, അത് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസൈൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞു. ഇനിയിപ്പം ഈ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വർക്ക് വിസയിലേക്ക് UK ഒരു സ്റ്റുഡൻറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം റീസെൻ്റായിട്ട് PR കാര്യത്തിൽ കുറച്ചും കൂടെ പോളിസീസൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു UK കേസിൽ. അപ്പം അതിലിപ്പം സ്റ്റുഡൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി എന്തായിരിക്കും? ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് UK ആളുകൾ ജോബ് വിസയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞിരുന്നത് സത്യത്തിൽ അത് കെയർ ഹോം വിസ മാത്രമായിരുന്നു. മെജോറിറ്റി സ്റ്റുഡൻസും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കെയർ ഹോം വിസയിലേക്കാണ്. ഈ കെയർ ഹോം വിസ എന്ന് പറയുന്നത് കെയർ ഹോം വിസയിലേക്ക് മാറിയിട്ട് അവിടുന്ന് ജോലി നിർത്തി പോകുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അത് എല്ലാവർക്കും പിന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ജോബ് അല്ല. നമുക്കറിയാലോ അതിൻ്റെ ഒരു നേച്ചർ എന്താണെന്നുള്ളത്. ഇതല്ലാത്ത വിസകൾക്ക് മുമ്പും UK എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട്. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ അവരെന്ത് ചെയ്യുന്നുള്ളൂ, അത്ര ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെയുള്ള എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, അവരെപ്പോഴും ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ISL പോലെയുള്ള ലിസ്റ്റുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്, ഇത്തരം ലിസ്റ്റുകൾ റെഫർ ചെയ്തിട്ട്, അതായത് ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, അത്തരം കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതല്ലാത്ത പക്ഷം UK അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ കെയർ ഹോം ജോബ്സ് ആണ്. അത് മുന്നേ ആക്റ്റീവ്ലി അവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അത് അത്ര ഈസി അല്ല. ഇനി ഇവിടെയുള്ള പോസിബിലിറ്റീസ് എന്താണെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാൾ UK പോലെ ഒരു പ്രിവിലേജഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് GDP ഒക്കെ ഉള്ള ഒരു കൺട്രിയുടെ, പിന്നെ കൺട്രിയിലേക്ക് വിസ കിട്ടിയ ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രിവിലേജുകളുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ അവിടെ എത്തി, ഈവൻ സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിൽ പോലും അവിടെ എത്തി ഒരു 3-4 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേ സ്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഷെങ്കനിൽ ഒരു 3-4 കൺട്രികൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ട്രാവൽ ഹിസ്റ്ററി കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് USA വിസ വളരെ ഈസിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രിവിലേജ്. ഞാൻ പലപ്പോഴും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഈവൻ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ടും ഇത്തരത്തിൽ ഇത് പ്ലാൻ ചെയ്തിട്ട് USA വിസ, ആൾ ഇപ്പം USA വിസ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു USA വിസ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അതിൽ നമുക്കറിയാം USA 10 ഇയേഴ്സിൻ്റെ വിസയാണ് നമുക്ക് കിട്ടുന്നത്. ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലേക്കും നമുക്ക് എന്ത് ചെയ്യാണ്, വിത്തൗട്ട് വിസ, അതല്ലെങ്കിൽ ഓണറേബിൾ വിസയുടെ പ്രിവിലേജ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ട് നിങ്ങൾ USA വിസയൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പിന്നെ അത്യാവശ്യം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒരുപാട് ഇയേഴ്സ് എടുക്കാറുണ്ട് അവർക്ക് USA വിസ സാങ്ഷനായി കിട്ടാനായിട്ട്, കുറവാണ്. പക്ഷേ ഇതേ നമ്മൾ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ UK പോലൊരു കൺട്രിയുടെ വിസ ഹോൾഡ് ചെയ്യുന്നു, ഒരു ഷെങ്കൻ വിസ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള റീസണോടെ നമുക്ക് USA വിസ പോലെയുള്ള പ്രിവിലേജുകളിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മളൊരു കോസ്മോപൊളിറ്റൻ പേഴ്സണാക്കി മാറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. ഇപ്പോൾ UK നമുക്ക് അത്തരത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും UK പുറത്തുള്ള വലിയൊരു ലോകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്സസ് തരുന്നുണ്ട്. അതിന് യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ പോലെയുള്ള കൺട്രീസ് ആണെങ്കിലും, ഇവിടേക്കൊക്കെ നമ്മൾ PR ട്രൈ ചെയ്യുന്ന സമയത്ത് സെർട്ടൻ പോയിൻറ്റ്സ് അവർ പിന്നെ നോക്കാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രിവിലേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ UK വിസ നമ്മളിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ UK പഠിച്ച ഒരാളാണെന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി GCC കൺട്രികളിലേക്കൊക്കെ, എസ്പെഷ്യലി നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഒക്കെ പലപ്പോഴും GCCയിൽ പോയിട്ട് വർക്ക് ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷനിൽ പോകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പിന്നെ ബാക്കപ്പ്, ഇത്തരത്തിലൊരു ക്വാളിറ്റി ഉള്ളൊരു യൂണിവേഴ്സിറ്റി, അവിടെ നിന്നുള്ളൊരു ഡിഗ്രി, അതുപോലെ തന്നെ ഇത്തരം ഒരു കൺട്രിയുടെ എക്സ്പോഷർ, ഇത്രയും ട്രാവൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പോഷർ, ഇതൊക്കെ എന്ത് ചെയ്യും, അവരുടെ
അവരെ സെലക്ഷന് വളരെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിലും പാരൻസിൻ്റെ ഇടയിലൊക്കെ ഉള്ള UK കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ്, കൺസേൺസ് ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റ് ഗ്ലോബർ നെക്സ്റ്റ്, അതായത് ഈ വരുന്ന മന്ത് ജൂൺ 6 ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. അവർക്ക് യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ എക്സ്പേർട്ട് പാനലുമായിട്ടും അതുകൂടാണ്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബാങ്കുകളുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് നമ്മൾ ഈ ഫ്യൂച്ചർ എക്സ്പോയിലൂടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ സിനിമയുടെ റെഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും പാരൻസിനും സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വിത്ത് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻസും പ്രോപ്പർ ഗൈഡൻസും കുട്ടികൾക്ക് ഈ ഫ്യൂച്ചർ എക്സ്പോയിലൂടെ അവെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇവൻറ്റിലേക്ക് സ്റ്റുഡൻസിനെയും പാരൻസിനെയും നമ്മൾ ഇവൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു.